ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ 4-3 നേരമൊക്കെ ഇവിടെ ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയൊന്നുമല്ല. രാവിലെ എണീക്കണം, അതിനുവേണ്ടി ഒരുപാട് ഡെഡിക്കേഷൻ നിങ്ങൾ ഒരുപാട് സമർപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇത് ഇങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഈ ഫുഡ് കൊടുക്കണം എന്നുള്ളൊരു മോട്ടീവ് വലിയ തുടക്കം ഇങ്ങനെ കൊടുക്കണം എന്നുള്ള തോന്നൽ എങ്ങനെ ഉണ്ടായത്? ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്യാൻസർ വാർഡിൽ വന്ന് വിശേഷങ്ങളൊക്കെ രോഗികളോട് തിരക്കിയപ്പോൾ ഒരു രോഗി എന്നോട് പറഞ്ഞ് എല്ലാവരും സാമ്പാർ അവിയലും പുളിശ്ശേരിയും കൂട്ടി ചോറ് തരുന്നുണ്ട്, ഒരു ശകലം മീൻകറി കൂട്ടി ചോറ് തരുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. ഞാൻ 2015 5 പൊതി ചോറുമായിട്ട് വന്ന് ക്യാൻസർ വാർഡിലെ ഒരു പേഷ്യൻറ്റിന് കൊടുത്ത്, ഒന്നല്ല 5 പൊതി 5 പേഷ്യൻസിനായിട്ടാണ് കൊടുത്ത്. പക്ഷെ ആ രോഗിയുടെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും ഇത് 10ാമത്തെ വർഷത്തിലും ഈ അന്നദാനം നിലനിർത്തിക്കൊണ്ടു പോവാണ്. അന്നൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം, ഒരു ബുധനാഴ്ച ദിവസം മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ആഴ്ചയിൽ ബുധനും വ്യാഴവും വെള്ളിയും ശനിയും 2 ആശുപത്രിയിലായി നടത്തി വരുന്നുണ്ട്. ഭയങ്കര ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ദിവസവും കൊടുക്കണമെന്നായിരുന്നു. പക്ഷെ അത് കോവിഡ് കാലത്ത് ചില സന്ദർഭങ്ങൾ നമുക്ക് ഒരുങ്ങി കിട്ടുകയും എല്ലാ ദിവസവും കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ടമാനം നേരിട്ടപ്പോൾ നമ്മളത് വീണ്ടും 4 ദിവസമായിട്ട് ചുരുക്കിയിട്ടിരിക്കുകയാണ്. എല്ലാവരുടെയും കരുണയും നന്മയും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് എല്ലാ ദിവസവും ആക്കാൻ പറ്റും. കാരണം ഇവിടെ ഒരുപാട് രോഗികൾ പല ജില്ലയിൽ നിന്നായിട്ട് വരുന്ന ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ക്യാൻസർ വാർഡ് കഴിഞ്ഞ ദിവസം തൊട്ട് ചോറ് അരച്ച് കൊടുക്കുന്ന ഒരു സംവിധാനം കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പലരുടെയും ബുദ്ധിമുട്ടുകളാണ്. 20 രൂപ മുടക്കി ഒന്ന് ചോറ് അരച്ച് മേടിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേനാണ് അവിടുത്തെ സിസ്റ്ററുടെയും കൂടെ താല്പര്യം പറഞ്ഞപ്പോൾ നമ്മളതിനു വേണ്ടി മുൻകൈ എടുത്ത് ഇപ്പോൾ മുമ്പോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച തുടങ്ങുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ടെൻഷൻ തുടങ്ങും. ബുധനാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ചോറ് കൊടുക്കണം. ചോറ് കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല, നമുക്ക് ഊഹിക്കാം. ഒരു 500 പേർക്കെടുത്ത് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 പേര് എഫേർട്ട് എടുത്ത് ചെയ്യാൻ ഞാനും എൻ്റെ ഭാര്യ, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഭാര്യയാണ്, കട്ട സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു പ്രവർത്തനം ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ പിന്നെ ചേട്ടാ എൻ്റെ വേറൊരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു കേറ്ററിങ്ങിലാണെങ്കിൽ പോലും നല്ല തുകയാവും. അപ്പോൾ ഈ ഫണ്ടൊക്കെ എങ്ങനെ കണ്ടെത്തുന്നത്? ഫണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഹെൽപ്പാണ് കൂടുതലും. എപ്പോഴും ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകൾ ചെയ്യുകയും പിന്നെ എന്നെ അറിയുന്ന നിരവധി ആളുകളുണ്ട്. കാരണം ഇത് ഇന്നൊന്നല്ല, കുറേ നാളുകളല്ലേ തുടങ്ങിയിട്ട്. ഓക്കെ, അതിൻ്റെ ഒരു 10 വർഷത്തിൻ്റെതായ ഒരു പരിചയം ഉണ്ടല്ലോ എല്ലാവർക്കും, മഹത്വമുണ്ട്. പിന്നെ നമുക്ക് ഒരു ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് ഇൻകം ടാക്സിൻ്റെ അംഗീകാരങ്ങളുണ്ട്, ടാക്സ് ഇളവുകളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ ആളുകൾ ടാക്സിൻ്റെ ഇളവുകൾക്ക് വേണ്ടി ട്രസ്റ്റിന് ഫണ്ട് തരാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വിനുവേട്ടൻ കഴിഞ്ഞോളം പറഞ്ഞില്ലേ, എനിക്ക് എന്നാ പറഞ്ഞത്, ഇതൊന്നും പോരാ, 3 ദിവസമാണ് കൊടുക്കുന്നത്, ഇനിയും മുന്നോട്ട് എല്ലാ ദിവസവും കൊടുക്കണമെന്നൊക്കെയാണ് ലക്ഷ്യമല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മൾ ആഴ്ചയിൽ ഒരു ബുധനാഴ്ച ദിവസം മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് കോവിഡ് കാലത്ത് ദൈവാനുഗ്രഹം പോലെ നമുക്കത് എല്ലാ ദിവസവും കൊടുക്കാനും അതുപോലെ തന്നെ അത് 3 ആഴ്ചത്തിൽ കൊടുക്കാനുമുള്ള അവസരം നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ കോവിഡ് കഴിഞ്ഞതിന് ശേഷം സാമ്പത്തികമാന്യം കണ്ടമാനം വന്നപ്പോൾ അത് നമ്മൾ 4 ദിവസമായിട്ട് ചുരുക്കി. ഇപ്പം ബുധനും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായിട്ട് മെഡിക്കൽ കോളേജിലും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി കുട്ടികളുടെ ആശുപത്രിയിലായിട്ടാണ് നമ്മൾ ഭക്ഷണോപകരണം ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ അത് ഓരോ ദിവസവും ഭക്ഷണം കൊടുക്കുമ്പോൾ ഓരോ രോഗികളും അല്ല അവരുടെ കൂട്ടിരിപ്പാരും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് എല്ലാ ദിവസവും കൊണ്ടുതരാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടെന്നാണ്. എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്, പക്ഷേ സാമ്പത്തികം എനിക്ക് അനുവദിക്കാത്തതുകൊണ്ട് ഞാനത് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ നവജ്യോതിയെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് 3 ദിവസം എന്നുള്ളത് 4 ദിവസം എന്നുള്ളത് എല്ലാ ദിവസവുമായിട്ട് തുടരും. ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ നവജ്യോതി കുടുംബവും ശക്തമായി തന്നെ അതിൻ്റെ ഈ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ ഒരു അന്നദാനത്തെ കൊണ്ടുപോകുന്നതിനോട് ഞങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങൾ അസാധമായി ശ്രമിക്കുക തന്നെ. പിന്നെ അത് ഉറപ്പായിട്ടും. കാരണം രാവിലെ ഇപ്പം ഞാനായാലും ഒരു ഹോസ്പിറ്റൽ പേഷ്യൻറ്റിനെ കൊണ്ട് വന്ന ഒരാളാണ്. അപ്പം നിങ്ങളുടെ രാവിലത്തെ കാപ്പി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് വലിയൊരു സഹായമാണ്. എത്ര ദിവസം പുറത്തുനിന്നുള്ള വാങ്ങിക്കാന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തോളം വാങ്ങിക്കും. ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. ഏതായാലും ബിനോയ് ചേട്ടൻ്റെ പ്രവർത്തനങ്ങൾക്ക് നന്മയുണ്ടാവട്ടെ, എല്ലാ ആശംസകളും നേരുന്നു. ഒരുപാട് പേര് ഇത് കണ്ട് ഉറപ്പായിട്ട് സഹായങ്ങൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹായങ്ങൾ എത്തും, ഉറപ്പായിട്ടും എത്തും. നന്മയുള്ളവരെ തേടി ഈ ലോകം ഉറപ്പായിട്ടും എത്തും. ശരി, എന്നാ കേട്ടോ.